ഹായ് ഫ്രണ്ട്സ്, അജന്തി പിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്പലത്തിൽ പോയി, ഒരു അമ്പലത്തിൽ ഇപ്പൊ തിരുവമ്പാടിയിൽ തൊഴുത് നമ്മളെങ്ങ ഇറങ്ങി. ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ലൊരു ദിവസം കൂടിയാണല്ലോ. എന്താന്ന് വെച്ചാല് പന്ത് കളി തുടങ്ങാണ് അല്ലേ, നമ്മുടെ ഫുട്ബോൾ കളി തുടങ്ങാണ്. അപ്പോ നമ്മുടെ പന്ത് കളി അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ നാട്യപ്പുറത്തൊക്കെ സംസാരിക്കുക. അതെ, ഭയങ്കരമായിട്ട് എല്ലാവരും നമ്മള് CTV കാണാനായിട്ട് ഞാൻ റെഡി ആയിട്ടിരിക്കാൻ 12:30 അങ്ങോട്ട് ആരംഭിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ കളി ആരംഭിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സുപ്രഭാതമാണ്. കാരണം മഴയൊക്കെ ഒന്ന് മാറി നിൽക്കാണ്. ഞങ്ങളുടെ അമ്പലത്തിൽ ഒന്നും മഴ ചാറിയിട്ടൊന്നുമില്ല, പക്ഷെ തണുപ്പൊക്കെ ഉണ്ട്, നല്ല സുഖമാണ്. ഈ സമയത്ത് ഇങ്ങനെയുള്ള ഒരു കാലാവസ്ഥയിൽ വന്ന് നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുമ്പോഴാണ് നമുക്ക് ആ ഒരു സുഖ എന്താ പറയാ, വിയർക്കൂലൊന്നുമില്ല, നല്ല രസമായിരിക്കും നമുക്ക് എനിക്ക്. പിന്നെന്താ വെച്ചാൽ, പിന്നെ നമുക്കൊന്ന് നേരത്തെ അമ്പലത്തിൽ നിന്നൊക്കെ കഴിഞ്ഞ് വേഗം വീട്ടിലെത്തി പണികൾ കഴിഞ്ഞിട്ട് ഇരിക്കണം. ഫുട്ബോൾ കളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. പണ്ട് നമ്മൾ ഈ ഫുട്ബോൾ കളിക്കണതൊക്കെ കാണാനായിട്ട് നമുക്ക് അങ്ങനെ TV ഉണ്ടായിരുന്നില്ല പണ്ട്. അപ്പൊ അത് നമുക്ക് എന്താ വെച്ചാല് നമ്മുടെ IM വിജയനും പാപ്പച്ചനും സത്യനും ഇവരൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ റേഡിയോയിലാണ് കേട്ടിരിക്കുക സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. എന്നിട്ട് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. എന്താന്ന് പറയും, പിറ്റേ ദിവസം മുടക്ക് കിട്ടും നമ്മുടേക്ക്. അങ്ങനെ അതേപോലെയാണ് നമുക്ക് അതേപോലെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും. എന്താന്ന് വെച്ചാൽ മുടക്ക് കാര്യങ്ങളെന്നല്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എൻ്റെ അച്ഛൻ കളിച്ചിരുന്ന ഇതാണ് ഫുട്ബോൾ. അച്ഛനൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു സന്തോഷം, അങ്ങനെ ഫുട്ബോൾ കാണും. അച്ഛൻ മുടക്കില്ലാണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കളിയാണ് ഫുട്ബോള്. അപ്പൊ അച്ഛൻ വയ്യാതെ ഇരിക്കുന്ന സമയത്ത് ഫുട്ബോൾ കളി കാണാനായിട്ട് അച്ഛന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോ അങ്ങനെ പിന്നെ ഞാൻ കല്യാണം കഴിച്ചത് ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ്. അപ്പൊ പ്ലെയേഴ്സിന്റെ കൂടെയാണല്ലോ എന്റെ ജീവിതം. അപ്പോ അങ്ങനെ അമ്പലത്തിൽ തൊഴാന്നുള്ളത് നമുക്ക് നമ്മുടെ ദിനചര്യകളിൽ ഒന്നാണല്ലോ. അപ്പൊ ദിനചര്യകളിൽ ഒന്നായിട്ട് ഇപ്പൊ എന്താന്നറിയോ, നമ്മള് ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല വിശപ്പ് ആരംഭിക്കുന്നുണ്ട്. പണ്ട് ഇങ്ങനെ വിശപ്പുണ്ടായിരുന്നില്ല, കാരണം രാത്രിയിൽ നമ്മള് ചിലപ്പോൾ 8:30, 9 മണി, 10 മണി ആ സമയത്തൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുക, ഇഷ്ടംപോലെ ഫുഡ് കഴിക്കുക, അങ്ങനത്തെ വയറ് നിറച്ച് ഫുഡ് കഴിച്ച് നമ്മള് ഒരു കൺട്രോൾ ഇല്ലാണ്ട് ഒരു ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല, നമുക്ക് നല്ല വിശപ്പ് വരും. എനിക്ക് എണീറ്റ ഉടനെ തന്നെ വിശപ്പ് വരും. ഞാൻ ഒരു 6 മണിക്ക് അപ്പുറത്തേക്ക് പോലും ഇല്ല നമ്മള് എണീക്കല്. അത്രയും നമുക്ക് എണീക്കാൻ തന്നെ ഒരു സുഖമാണ്. അല്ലെങ്കിൽ നമുക്കൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് നേരത്തെ എണീറ്റാലൊക്കെ. പിന്നെ അമ്പലത്തിൽ പോകുന്ന ദിവസമൊക്കെ ആണെന്ന് വെച്ചാൽ നമ്മള് എന്തായാലും 4:30 ആകുമ്പോഴേക്ക് എണീക്കും. ചേട്ടൻ 4 മണിക്ക് എണീക്കും എന്നറിയാലോ. അപ്പോൾ എനിക്ക് അത്രയും ഇൻട്രസ്റ്റിംഗ് ആണ് ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഡയറ്റ് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഡയറ്റ് എടുക്കുന്നത് കൊണ്ട് ഭയങ്കര വിശപ്പിന്റെ അവസ്ഥയുണ്ട്. പണ്ട് സമയത്തിനാണ് ഭക്ഷണം കഴിച്ചാൽ 2 മണിക്കൂർ അല്ല 3 മണിക്കൂറായി 4 മണിക്കൂറായി ആ സമയം കഴിക്കാം, വിശക്കാണ്ട് നമ്മൾ ഫുഡ് കഴിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, നമുക്ക് വിശക്കും. അപ്പൊ ആ സമയത്തേക്ക് ഫുഡ് കഴിക്കണം എന്നുള്ളതാണ് നമുക്ക് ഉള്ളൊരു ഇത്. അപ്പൊ രാവിലെ എന്തായാലും നല്ലൊരു വിശപ്പ് ഫീൽ ചെയ്യും. പഴമെടുത്ത് വെക്കുക, കാറിലെടുത്ത് വെക്കാനായിട്ട് മറന്നുപോയി, അല്ലെങ്കിൽ നമുക്ക് വണ്ടിയിൽ അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴം എങ്ങനെയും കഴിക്കായിരുന്നു. ഇപ്പൊ നല്ല വിശപ്പാണ്, എനിക്ക് തീരെ പറ്റുന്നില്ല, വിശന്നിട്ട് പറ്റാണ്ടായി. അപ്പൊ വെള്ളം കുടിച്ചിങ്ങനെ നിൽക്കാണ് നമ്മള് വെറും വയറ്റിൽ. പിന്നെ ഞാൻ കുമ്പളങ്ങാന്ന് ജ്യൂസാണല്ലോ കുടിക്കുന്നത്. അപ്പൊ ആ കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചിട്ട് ഇനി എന്തെങ്കിലും കഴിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഇരിക്കണത്. പക്ഷെ എനിക്ക് വിശപ്പിൻ്റെ ഇത് അങ്ങനെ. വടക്കുന്നാഥനും പാറമേക്കാവ് ഇപ്പുറത്ത് നമ്മൾ നടുവില്. ഇപ്പൊ ഞങ്ങൾ പാറമേക്കാവിലേക്ക് അങ്ങ് വണ്ടി ഓടിച്ച് അങ്ങ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പാറമേക്കാവ് അമ്പലത്തിന്റെ സൗന്ദര്യം പിന്നെ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെപ്പോഴും ഒപ്പിയെടുക്കുന്ന, നമ്മുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്ന ഒരു ദൃശ്യമാണല്ലോ ഇപ്പൊ അവിടെ ഇത്. അത്രയും സന്തോഷമാണ് എനിക്ക് എൻ്റെ പാറമേക്കാവ് ഭഗവതി ടെമ്പിൾ. അപ്പൊ നമ്മളെപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പാറമേക്കാവ്, തിരുവമ്പാടി, കുളശ്ശേരി. ഇത് നമ്മുടെ വ്യാഴാഴ്ച ദിവസത്തെ ഒരു റുട്ടീനാണ്. അപ്പൊ നമുക്കിതാ ഇപ്പൊ വടക്കുന്നാഥനും കാണാം. വടക്കുന്നാഥൻ എത്തിപ്പോയി. ഒരു വലിയ കാര്യം എന്താണെന്നറിയോ, നമ്മുടെ വടക്കുന്നാഥൻ കണ്ടോ, വടക്കുന്നാഥന്റെ ഗോപുരമണി കഴിഞ്ഞു കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് അവിടെ കണ്ടോ, അമ്പലത്തിന്റെ ഗോപുരത്തിന്റെ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ. എന്ത് ഭംഗിയല്ലേ ഇപ്പൊ വടക്കുന്നാഥന്റെ
ഈ ഭാഗം പാറമേക്കാവ് സൈഡ് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പം നല്ലൊരു ബസ് പോയി ഇപ്പോൾ തന്നെ. കണ്ടോ, അടിപൊളിയാക്കിയിട്ടുണ്ട്. എത്ര വർഷങ്ങളായി എന്നറിയോ ഗോപുരത്തിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് ശുഭമായി, നന്നായി, നല്ല ഭംഗിയായി വടക്കുന്നാഥ്. അങ്ങനെ നമ്മളിപ്പോൾ പാറമേക്കാവിൽ നിന്ന് ഇറങ്ങാണ്. കണ്ടില്ലേ വടക്കുന്നാഥൻ്റെ ഭംഗി. വടക്കുന്നാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. വർഷങ്ങളായിട്ടല്ലോ നമ്മുടെ ഇങ്ങനെ നമ്മുടെ മൂടിയിട്ടിരിക്കുകയായിരുന്നു അവിടെ ഈ ഗോപുരം. അപ്പൊ അങ്ങനെ പടിഞ്ഞാറ് ഭാഗമല്ലേ ഏട്ടാ അത്? കിഴക്കേ നട. എൻ്റെ കിഴക്കേ നടയിൽ ഇപ്പോൾ പണികളെല്ലാം പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്, നല്ല ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എന്താ വെച്ചാൽ മഴക്കാലം ആകുമ്പോഴേക്കും മഴക്കാലം വന്നപ്പോഴേക്കും അതിങ്ങോട്ട് കഴിഞ്ഞുല്ലോ. എന്നും നമ്മളെ ഇവിടെ തൊഴുതിട്ട് പിന്നെ വടക്കുന്നാഥിനൊന്ന് നോക്കുമ്പോഴേക്കും വടക്കുന്നാഥന് അങ്ങനെ പണികൾ ഇപ്പം എത്ര വർഷമായി പണികളൊക്കെ നടന്നു. പിന്നെ ഇപ്പം എന്താണെന്നറിയില്ല കേട്ടോ, ഇത്തിരി തിരക്കൊക്കെ കുറവുണ്ട്. ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ഇത്തിരി കുറവാ, എന്താണാവോ. നമുക്ക് ഇന്ന് വ്യാഴാഴ്ചയാണ്, നല്ല തിരക്കുണ്ടാവേണ്ട ഒരു ദിവസം കൂടിയാണ്. പക്ഷെ തിരക്ക് ഇത്തിരി കുറവാണ് ഇന്നത്തെ ദിവസം. പിന്നെ പുതിയ സിനിമകളൊന്നും വന്നിട്ടില്ല അല്ലെ. ഇന്ന് എന്തുണ്ടാക്കണം എന്നും കൂടി ഞാൻ ഇതിൻ്റെ ഇടയിൽ ആലോചിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വേണ്ടിയിട്ട് മത്തങ്ങ പുഴുങ്ങാന്നാ വിചാരിക്കുന്നത്. മത്തങ്ങ ഉള്ളിച്ചമ്മന്തി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മത്തങ്ങ തെക്കേ ഗോപുരനട. അപ്പം അങ്ങനെ ഇവിടെയാണ് നമ്മൾ വന്ന് ഇരിക്കാറ്. രാത്രിയിലൊക്കെ നമ്മൾ വന്ന് ഇരിക്കാറുണ്ട്. തൃശ്ശൂരിൽ എന്താ വെച്ചാൽ കുഞ്ഞു കുഞ്ഞു ഇടവഴികളാണ്. അപ്പം അതുകൊണ്ട് തന്നെ പണികൾ പൂർത്തിയാവാണ്ടിരിക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നും കാനകള് ഇതാക്കുക, പിന്നെ എപ്പോഴും കുഴിച്ച് എന്തൊക്കെയോ മറ്റേ കേബിളുകാരോ ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. എപ്പോഴും രണ്ട് സൈഡും പണി പൂർത്തിയാവാണ്ട് ഇപ്പോഴും കുഞ്ഞു വഴികളാണല്ലോ. ടൗൺ എന്ന് പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു വഴികൾ, വലിയ വഴികളല്ല ടൗണിലുള്ളത്. അപ്പോൾ തൃശ്ശൂർ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് ഇഷ്ടംപോലെ പോക്കറ്റ് റോഡ്സ് ആണ്. അപ്പോൾ അവിടെ പണികൾ നടക്കുമ്പോൾ നമ്മൾ വണ്ടികൾ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ റോഡിന്റെ കുണ്ടും കുഴിയൊക്കെ പരമാവധി അവർ തീർത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ചില ഭാഗങ്ങൾ അസലായിട്ടുണ്ട്, ചില ഭാഗങ്ങൾ കുഴപ്പമില്ലാണ്ടായിട്ടുണ്ട്, ചില ഭാഗങ്ങൾ കുഴപ്പമില്ല. അങ്ങനെയെങ്കിലും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മഴക്കാലമായപ്പോഴേക്കും നല്ല മഴക്കാലം വരുമ്പോഴേക്കൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതാണൊരു ബുദ്ധിമുട്ട്. പോക്കറ്റ് റോഡുകളാണ് രണ്ട് സൈഡും കുഴിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് നടക്കുന്നവർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട്. നമ്മൾ വണ്ടിയിൽ പോകുന്നവർക്കൊക്കെ പിന്നെയും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ നടക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടേക്കണത് അല്ലേ ഏട്ടാ? എന്നാച്ചല്ലേ അപ്പോൾ അങ്ങനെയാട്ടെ. ഞങ്ങളിപ്പോൾ കുളശ്ശേരിയിലും തൊഴുത് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഈ കാഴ്ചകൾ എല്ലാവരും ഫുട്ബോൾ കാണാൻ മറക്കരുത് കേട്ടോ, അടിപൊളിയായിരിക്കും. അപ്പോൾ 12:30 C5 അജിന്തി പ്രസാദ് ഫാമിലിയോട് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.